എല്ലാവർക്കും നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു ഓണം സദ്യ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, നമ്മുടെ നാടൻ പുളിയിഞ്ചിയാണ്. അപ്പോൾ നല്ലൊരു തൊടുകറിയാണ്, എല്ലാവർക്കും തന്നെ ഒത്തിരി ഇഷ്ടമുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ നോട്ടിഫിക്കേഷൻസിനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് പുളിയിഞ്ചി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഈ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് നന്നാക്കിയിട്ട് എടുക്കാം. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ നല്ല പൊടിയായിട്ട് അരിയാണ് കേട്ടോ എപ്പോഴും നല്ലത്. അപ്പോൾ ഒന്നെങ്കിൽ ഇതുപോലെ കത്തി വെച്ച് അരിഞ്ഞെടുത്തിട്ട് നമുക്കിങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാം നന്നായിട്ട്, അല്ലെങ്കിൽ ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. ഇതുപോലെ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്കിത് വറുത്തെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ക്രിസ്പി ആയിട്ട് പെട്ടെന്ന് കിട്ടും നമുക്ക് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ കത്തി വെച്ചിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ചെറുതായിട്ട് കിട്ടും ഇഞ്ചിയുടെ പീസ്. അപ്പോൾ ഒട്ടും കറിയിൽ അങ്ങനെ ഉണ്ടാകും. അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടി വെച്ച് ചൂടാക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നമുക്ക് ഈ ഇഞ്ചി ആദ്യം തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത് നമ്മുടെ ഈ ഒരു കറികളൊക്കെ. അപ്പോൾ ഇഞ്ചി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എത്രത്തോളം പൊടിയാക്കി അരിയുന്നോ അത്രയും പെട്ടെന്ന് നമുക്കിത് വറുത്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതുകൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് ഇഞ്ചി നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാലൊന്നും പോരാ കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. അതായത് നമ്മൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഇഞ്ചി ഇങ്ങനെ ഇതാക്കുന്ന സമയത്ത് ഇഞ്ചി ശരിക്കും പൊടിയണം, അതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ ഇത്രയും വറുത്തിട്ട് നമ്മൾ ഇഞ്ചിക്കറി വെക്കുകയാണെങ്കിൽ അതിൽ ഇഞ്ചി ഒട്ടും അങ്ങനെ കടിക്കില്ല. നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, പിന്നെ അത് മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് ആ ഇഞ്ചി അത്യാവശ്യം മുരിഞ്ഞ് വന്നിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടെ ഒന്ന് റെഡിയാവാനുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് കയ്യിലെടുത്തൊന്ന് നോക്കാം ഇഞ്ചി നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ നല്ല ഇഞ്ചി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഞ്ചി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി എണ്ണയില്ല കേട്ടോ, എണ്ണ ഉണ്ടെങ്കിൽ അത് ഊറ്റി കളഞ്ഞിട്ട് നമുക്കിതുപോലെ പാത്രത്തിലിട്ട് വെക്കാം. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല പൊടിയായിട്ടുള്ള ഇഞ്ചിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇത്തിരി വലുതാക്കിയാണ് അരിയുന്നതെങ്കിൽ ഇതുപോലെ വറുത്ത ശേഷം ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് പുളി വേണം. അപ്പോൾ ഞാനിവിടെ 2 നാരങ്ങ വലുപ്പത്തിലുള്ള നമ്മുടെ വാളംപുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പുളിയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പുളി നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റുമല്ലോ ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ടിത് നന്നായിട്ട് നമ്മുടെ പുളി ഒന്ന് പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുത്ത ശേഷം നമ്മളിത് അരിച്ചിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. ഞാൻ പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് നമ്മുടെ പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരിച്ചൊഴിക്കുക. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുക കേട്ടോ. നമ്മൾ പുളിയിൽ ഒഴിച്ച വെള്ളത്തിനേക്കാളും ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചിട്ടാണ് പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഈ പുളിവെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ പുളിയുടെ ആ ഒരു പച്ചച്ചുവയൊക്കെ ശരിക്കും മാറാൻ വേണ്ടിയിട്ടാണ് നന്നായി തിളച്ച് ഒന്ന് കുറുകി വരുന്നവരെ നമ്മൾ ഈ പുളിവെള്ളം തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം നന്നായി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പുളിവെള്ളമൊക്കെ നന്നായി തിളച്ച് കുറച്ചൊന്ന് കുറുകി, കണ്ടില്ലേ, നേരത്തെ ഒഴിച്ചതിനേക്കാളും ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ പുളിവെള്ളം. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ വലിയ പീസായിട്ട് അരിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതിലേക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ പ്രധാനമായിട്ട് ചേർക്കുന്നത് ശർക്കരപ്പാനിയാണ്. അപ്പോൾ നമ്മുടെ ഈ പുളിയിഞ്ചി എന്ന് പറയുന്നത് കുറച്ച് മധുരവും പുളിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് ചേർക്കുന്നില്ല കേട്ടോ, അതിൽ താഴെ ശർക്കരപ്പാനി ചേർക്കുന്നുണ്ട്. പിന്നെ ശർക്കരപ്പാനി ചേർക്കുമ്പോൾ എപ്പോഴും നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ചേർത്തിട്ട് നിങ്ങൾ ആ ടേസ്റ്റ് നോക്കുക. മധുരം കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ചേർക്കുക. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം. ചിലർക്ക് അധികം മധുരം വേണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ച് ചേർത്താലും മതി. ശർക്കരപ്പാനി കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം. നമ്മുടെ ഇഞ്ചിയും ശർക്കരയും എല്ലാം കൂടെ ചേർത്തിട്ട് ഇപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ചൊന്ന് കുറുകി വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് തിളപ്പിക്കാം. ഇപ്പോൾ നല്ല ലൂസായിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ അതുവരെ ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിപ്പോൾ ഉപ്പും പുളിയും അതുപോലെ മധുരമൊക്കെ നോക്കി കേട്ടോ. ഇപ്പോൾ എല്ലാം നന്നായിട്ടുണ്ട്. ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിന് പുളിയും പിന്നെ കുറച്ചൊരു മധുരവും ഉണ്ട്. അതാണ് നമ്മുടെ പുളിയിഞ്ചിക്ക് വേണ്ടത്.
ഇപ്പോൾ ഇതാ കുറച്ച് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് കട്ടിയാവാൻ നിൽക്കണ്ട, കാരണം ഇത് തണുത്തതിന് ശേഷം ഒന്നുകൂടെ കുറുകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു പരുവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയും കട്ടി മതി, കാര്യം ഇത് തണുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ നല്ല കട്ടിയാവും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയുള്ളി ഒരു 4-5 എണ്ണം പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ ഒരു 2-3 ഉണക്കമുളക് ചേർക്കുന്നുണ്ട്, പിന്നെ കറിവേപ്പില. ഇത്രയും മതി. ഇത് നന്നായിട്ടൊന്ന് മുപ്പിച്ച ശേഷം നമ്മുടെ കറിയുടെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറി കുറച്ച് നേരം ആയല്ലോ ഇപ്പോൾ റെഡി ആയിട്ടിരിക്കണേ. ഇപ്പം തന്നെ നോക്കിക്കാൻ നല്ല കട്ടിയായിട്ടുണ്ട്, കണ്ടില്ലേ? നേരത്തെ നമ്മൾ കണ്ട പോലെയല്ല, ശരിക്കൊരു തൊടുകറി നമ്മൾ ഇലയിലൊക്കെ ഇടാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ ആയിട്ടുണ്ട് നമ്മുടെ പുളിയിഞ്ചി. അപ്പോൾ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് നമ്മുടെ പുളിയിഞ്ചിക്ക്. നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ താളിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. അതുപോലെയാണ് ഉണ്ടാവുക. ശരിക്കും ഇരയിലൊക്കെ വിളമ്പാൻ പറ്റിയൊരു പരുവാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇത്. നമുക്ക് ഒരുപാട് ദിവസം സൂക്ഷിക്കുകയും ചെയ്യാം. പുറത്ത് തന്നെ 2 ദിവസമൊക്കെ സൂക്ഷിക്കാം. അതിൽ കൂടുതൽ സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ ഇത് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടണും അതുപോലെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്